പ്രിൻസസ് ആൻഡ് ദ വെയർവോൾഫ് എന്ന ഡ്രാമയുടെ 11ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ വിവാഹരാത്രി മുലാങ് മണിയറയിലേക്ക് എത്തുന്നു. ജിങ് കാരണം വിവാഹ ചടങ്ങുകൾ മര്യാദയ്ക്ക് നടത്താൻ കഴിയാത്ത പോയതിൽ അവൻ സോറി പറയുന്നുണ്ട്. ജിങ്ങുമായുള്ള പ്രശ്നത്തെക്കുറിച്ചും അവൻ തുറന്നു പറയുന്നു. ചെറുപ്പത്തിൽ ഒരുമിച്ച് കളിച്ചു വളർന്നതാണ്, പക്ഷേ ഞാൻ രാജഭരണം ഏറ്റെടുത്ത ദിവസം മുതൽ അവനെ ശത്രുവായിട്ടാണ് കാണുന്നത്. അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി 5 വർഷങ്ങൾക്ക് മുമ്പ് അവൻ്റെ പ്രശ്നമുണ്ടാക്കിയിരുന്നു. അതിനുശേഷമാണ് അവനെ തടവിലാക്കേണ്ടി വന്നത്. പക്ഷേ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവൻ ഇപ്പോഴും അതേപോലെ ശത്രുത ഉണ്ടായിരിക്കുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചിരുന്നല്ല എന്നൊക്കെ അവൻ പറയുന്നു. ജിങ്ങിൻ്റെ പ്ലാനിനെ കുറിച്ച് എങ്ങനെയാണ് അറിഞ്ഞത് എന്നവൾ ചോദിക്കുന്നുണ്ട്. വിവാഹത്തിന് മുമ്പ് തമ്മിൽ തർക്കമുണ്ടായതും ആ സമയത്ത് അവൻ തന്നെ ശരിക്കുള്ള രൂപം കണ്ടതും മുലാങ് പറയുന്നു. ആരോടും അതിനെക്കുറിച്ച് പറയില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലും അവൻ്റെ സ്വഭാവം വെച്ച് എന്തെങ്കിലും ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു എന്നവൻ പറഞ്ഞപ്പോൾ, എങ്കിൽ പിന്നെ അവനെ വധശിക്ഷയ്ക്ക് വിധിക്കുകയോ ജീവിതകാലം മുഴുവൻ തടവിലാക്കുകയോ ചെയ്യാതിരുന്നത് എന്താണെന്ന് അവൾ ചോദിക്കുന്നു. എത്രയൊക്കെ ആയാലും അവൻ്റെ സ്വന്തം മനിയനില്ലേ, അവനെ സംരക്ഷിച്ചോളാം എന്ന അമ്മയ്ക്ക് ഞാൻ വാക്കുകൊടുത്തതാണെന്ന് അവൻ പറയുന്നു. ജനറലിനെ അവൻ പറഞ്ഞങ്ങനെ ചെയ്യിപ്പിച്ചതാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ തിരിച്ചയക്കാമെന്ന് പറഞ്ഞിരുന്ന ഇപ്പോഴും പാലിക്കുമെന്ന് അവൾ ചോദിക്കുന്നു. ഉറപ്പായും ആ വാക്ക് പാലിക്കുമെന്ന് അവൻ പറയുന്നുണ്ട്. ബീസ്റ്റ് വംശത്തിലെ എല്ലാ രാജാക്കന്മാരെയും അവനെപ്പോലെ തന്നെ അവരുടെ രൂപം മറിച്ചാണ് നടന്നിരുന്നതെന്ന് അവൾ കേട്ടിരുന്നല്ലോ. അതിന് കാരണം അവരുടെയൊക്കെ രൂപവും ഇതേപോലെ ആയതുകൊണ്ടാണെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അങ്ങനെയല്ല, അത് വെറും ഒരു ആചാരം മാത്രമാണ്. ഈ രൂപം എനിക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് അവൻ പറയുന്നത്. കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവൾ സ്വന്തം മുറിയിലേക്ക് പോകാൻ തുടങ്ങിയെങ്കിലും അവനതിന് സമ്മതിക്കാതെ അവളെ പിടിച്ചടുത്തേക്ക് നിർത്തുന്നു. വിവാഹരാത്രിയായിട്ട് ഇവിടെ തങ്ങാതെ അവളുടെ മുറിയിലേക്ക് പോകുന്നത് ശരിയല്ല എന്നവൻ പറഞ്ഞപ്പോൾ അവൾ സമ്മതിക്കുന്നു. കുറേ ജോലി ചെയ്ത് തീർക്കാനുണ്ട്, അതുകൊണ്ട് അവളോട് കിടന്നുറങ്ങിക്കോളാൻ പറഞ്ഞിട്ട് അവൻ മേശയുടെ അടുത്ത് പോയിരിക്കുന്നു. ഉറക്കം പിടിച്ചാൽ അവൻ അടുത്തേക്ക് വന്ന് എന്തെങ്കിലും ചെയ്താലെന്ന് പേടിച്ച് അവൾ കുറേ സമയം അവിടെ കുത്തിയിരിക്കുന്നുണ്ട്. പക്ഷേ കുറേ സമയം കഴിഞ്ഞപ്പോൾ അറിയാതെ ഉറങ്ങിപ്പോകുന്നു. അവൾ ഉറങ്ങിയെന്ന് മനസ്സിലായപ്പോൾ അവൻ എഴുന്നേറ്റ് ചെന്ന് അവളെ പിടിച്ച് നേരെ കിടത്തി പുതപ്പിച്ച് കൊടുത്തിട്ട് തിരികെ ചെന്നിരിക്കുന്നു. ശിവ കുറേ കഴിഞ്ഞപ്പോൾ ഉണരുന്നുണ്ട്. പുതപ്പിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അവളൊന്ന് പേടിച്ചെങ്കിലും അവൻ മേശയുടെ അടുത്ത് തന്നെ ഇരുന്ന് ഉറക്കം തൂങ്ങുന്നത് കണ്ടപ്പോൾ അവൾ ആശ്വാസത്തോടെ കിടന്നുറങ്ങുന്നു. അടുത്ത ദിവസം രാവിലെ അവൾ ഉണർന്നപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ബെഡിനടുത്ത് തന്നെ റെഡിയാക്കി വെച്ചിരുന്നു. മുലാങ് ലിയായിട്ടാണ് അവളുടെ മുന്നിലേക്ക് ചെന്നത്. അവളെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ മുലാങ് പറഞ്ഞയച്ചതാണെന്ന് അവന് കള്ളം പറയുന്നു. അവൻ കൂടെ വരേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവൾ എതിർക്കുന്നുണ്ടെങ്കിലും വിവാഹം കഴിഞ്ഞ ഉടനെ തനിയെ തിരിച്ചു പോകുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് അവൻ നിർബന്ധം പിടിക്കുന്നു. മുലാങ് രാവിലെ തന്നെ പോയി ജനറലിൻ്റെ ശിക്ഷ കുറയ്ക്കാൻ വേണ്ടി എൽഡർമാരോട് സംസാരിച്ചിട്ടുണ്ടോ എന്നും അവൻ അറിയിക്കുന്നു. അവൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അവൻ്റെ ഒപ്പം മുറിയിലേക്ക് പോകുന്നുണ്ട്. രാജ്ഞിയായതോടെ കൊട്ടാരത്തിലെ ജോലിക്കാരൊക്കെ കുറെ കൂടി ബഹുമാനത്തോടെയാണ് അവളോട് പെരുമാറിയത്. വഴിയിൽ വെച്ച് ഹോങ്ഷു ഓടി വന്നൊരു സന്തോഷ വാർത്ത അറിയിക്കാനുണ്ടെന്ന് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. എൽഡർമാരിൽ ഒരാൾ അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ജിങ്ങിൻ്റെ വാക്ക് കേട്ടാണ് ജനറൽ അന്ന് അങ്ങനെ ചെയ്തു പോയത്. അതുകൊണ്ട് തൽക്കാലം വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ തയ്യാറാണ്. എന്നാൽ പൂർണ്ണമായും ശിക്ഷ ഒഴിവാക്കാൻ കഴിയില്ല. നേരത്തെ 100 മരങ്ങൾ വെച്ച് പിടിപ്പിച്ചതിൽ ഇപ്പോൾ 300 മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം. അതിനുശേഷം അവരെ തിരികെ നാട്ടിലേക്ക് അയക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം അവളെ അറിയിക്കുന്നു. ശിവയ്ക്ക് സന്തോഷമാകുന്നുണ്ട്. പക്ഷേ ആ സന്തോഷം അധിക സമയം നീണ്ടു നിൽക്കുന്നില്ല. ഗർഭിണിയായിട്ട് ശ്രദ്ധയില്ലാതെ അവളിങ്ങനെ ഓടിച്ചാടി നടക്കുന്നത് കാരണം അവളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി എൽഡർ ഒരു ആൻറ്റിയെ നിയമിക്കുന്നുണ്ട്. ശിവ പല നമ്പറും ഇറക്കി നോക്കിയിട്ടും ഇത്തവണ അവൾക്ക് അവരെ ഒഴിവാക്കാൻ കഴിയുന്നില്ല. അനുസരിക്കുകയല്ലാതെ വേറെ വഴിയില്ല എന്നവൾക്ക് മനസ്സിലാക്കുന്നു. മുറിയിൽ തടവിലായി ജിങ് പുറത്ത് കിടക്കാനുള്ള വഴിയെപ്പറ്റിയുള്ള ആലോചനയിലാണ്. എൽഡർമാരിൽ ഒരാൾക്ക് അവനോട് കുറച്ച് സോഫ്റ്റ് കോർണർ ഉണ്ടല്ലോ, അത് മുതലെടുക്കാൻ തന്നെ അവൻ തീരുമാനിക്കുന്നു. പ്രസവം സുഖമായി നടക്കാനും അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യം മെച്ചപ്പെടുത്താനും ഒക്കെ ആൻറ്റി കുറേ പുതിയ എക്സർസൈസുകളും മറ്റും ശിവയെക്കൂടി ചെയ്യിക്കുന്നുണ്ട്. പറഞ്ഞിട്ട് മണിക്കൂറുകൾ ഇടവിട്ട് ആരോഗ്യം കൂട്ടാനുള്ള മരുന്നുകളും നിർബന്ധിച്ച് കുടിപ്പിക്കുന്നു. അവരെ ഒഴിവാക്കാൻ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കാനായി ഒരു അവസരം ഉണ്ടാക്കി അവൾ മുലാങ്ങിനെ മീറ്റ് ചെയ്യുന്നു. എൽഡർമാരുടെ ഓർഡർ ആയതുകൊണ്ട് ഇക്കാര്യത്തിൽ തനിക്ക് കൂടുതലൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവനും ഒഴിയുന്നുണ്ട്. ജനറലിനെ ഇവിടെ നിന്ന് സുരക്ഷിതമായി പറഞ്ഞയച്ചിട്ട് വേണം ഈ ഫേക്ക് പ്രഗ്നൻസി അവസാനിപ്പിക്കാൻ എന്നവൾ പറയുന്നുണ്ട്. തൽക്കാലം ആൻറ്റിയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കേസിൻ്റെ അന്വേഷണത്തിൽ സഹായിക്കണമെന്ന് പറഞ്ഞ് കുറച്ച് ഫ്രീ ടൈം ഉണ്ടാക്കി കൊടുക്കണം എന്നവൾ അവനോട് റിക്വസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ പറഞ്ഞ് അവൻ കുറേ സമയം ആൻറ്റിയെ അവളുടെ അടുത്ത് നിന്ന് മാറ്റി നിർത്തുന്നുണ്ട്. കുറച്ചു നേരം അവരുടെ അടുത്ത് നിന്ന് മാറിയപ്പോൾ തന്നെ ശിവയ്ക്ക് ആശ്വാസമാകുന്നു. ജനറൽ അവന് നേരെ പ്രയോഗിച്ച പൊടിയുടെ ബാക്കിയുണ്ടായിരുന്ന കുപ്പി എന്തെങ്കിലും തെളിവ് കിട്ടുമെന്നറിയാൻ അവൾ പരിശോധിച്ചപ്പോഴാണ് അതിൻ്റെ അടിയിൽ എഴുതിയിരുന്നതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് ശ്രദ്ധിക്കുന്നത്. തന്നെ കൊല്ലാനുള്ള ശ്രമം 2-3 തവണ പരാജയപ്പെട്ടെങ്കിലും ഇപ്പോഴും മറ്റേതെങ്കിലും വേഷത്തിൽ അവൾ കൊട്ടാരത്തിനുള്ളിൽ തന്നെ കാണാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് നോക്കി അവളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞേക്കും എന്നവൾ പറയുന്നു. അവൾ പറഞ്ഞതനുസരിച്ച് അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാം എന്നവൻ ഉറപ്പ് കൊടുക്കുന്നു. ജിങ് ഇതിടയിൽ ചെയ്തത് തെറ്റാണെന്ന രീതിയിൽ കുറേ ക്ഷമാപണമൊക്കെ എഴുതി അവനോട് സോഫ്റ്റ് കോർണറുള്ള എൽഡറെ സ്വാധീനിച്ച് അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് മറ്റു 2 പേരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അവൻ ചെയ്തത് വലിയ തെറ്റാണെന്ന രീതിയിൽ തന്നെയാണ് അവർ സംസാരിച്ചത്. അവസാനം എൻ്റെ ചേട്ടൻ എന്നോട് കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം മറ്റാരോട് കാണിക്കുന്ന എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല എന്ന് പറയാൻ നമ്പർ എടുക്കുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും വലിയ പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല. അവർ 2 പേരും ഒരു തരത്തിലും അവനെ സ്വതന്ത്രനാക്കാൻ സമ്മതിക്കില്ലെന്ന് മനസ്സിലായപ്പോൾ അവൻ്റെ മുറിയിൽ തടവിലാക്കുന്നതിന് പകരം അവൻ ദിവസവും അവിടെ വന്നിരുന്ന് അവൻ്റെ മനസ്സ് ശുദ്ധീകരിക്കാൻ വേണ്ടി തത്വങ്ങളൊക്കെ പകർത്തിയെഴുതുന്നതിനെക്കുറിച്ച് അവരോട് ഇഷ്ടമുള്ള എൽഡർ സജസ്റ്റ് ചെയ്യുന്നു. ജിങ്ങും അങ്ങനെ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നു. അവസാനം മറ്റു 2 പേരും അതിന് സമ്മതിക്കുന്നുണ്ട്. കൊട്ടാരം ജോലിക്കാരുടെ കൈക്ഷണം പരിശോധിക്കുവാൻ വേണ്ടി എല്ലാവരോടും രാജാവിൻ്റെ വിവാഹം കഴിഞ്ഞതിന് ആശംസകൾ എഴുതി നൽകാൻ അടുത്ത ദിവസം തന്നെ വോട്ടിടുന്നു. ചുനർ ഇപ്പോൾ കൂടുതൽ സമയവും ജനറൽ മായുടെ അടുത്ത് പോകാറുണ്ട്. ഇപ്പോഴും അവൾ അവിടെ നിൽക്കുകയായിരുന്നതിനാൽ അവൾക്കും ജനറലിനുമൊക്കെ ആശംസകൾ എഴുതാനുള്ള പേപ്പർ എത്തിക്കുന്നുണ്ട്. ജനറലിനും അവളും തമ്മിലുള്ള റിലേഷനും കുറച്ചുകൂടി മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കൊട്ടാരം ജോലിക്കാർ ആശംസകൾ എഴുതിയ പേപ്പർ ലീയാണ് ശിവയ്ക്ക് മുന്നിലെത്തിച്ചത്. അവന് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ അടുത്തേക്ക് വരുന്നത് ഇഷ്ടമല്ല. സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവൾ ദേഷ്യപ്പെട്ടപ്പോൾ വ്യക്തിപരമായി ദേഷ്യമുണ്ടെങ്കിലും ജോലിയുടെ ഭാഗമായി വരാതിരിക്കാൻ കഴിയില്ല എന്നവൻ പറയുന്നു. എങ്കിലും ഇനി ജോലിയുടെ കാര്യങ്ങൾ മാത്രം തമ്മിൽ സംസാരിച്ചാൽ മതി എന്നവൾ പറയുന്നുണ്ട്. ആശംസകൾ എഴുതിയ പേപ്പറുകൾ കണ്ടപ്പോഴാണ് ആർക്കും
എഴുത്തും വായനയും ഒന്നും കാര്യമായി അറിയില്ല എന്നവൾക്ക് മനസ്സിലായത്. കൊട്ടാരം ജോലിക്കാർക്ക് നിർബന്ധിത വിദ്യാഭ്യാസം നൽകാത്തതിന് ഭരണാധികാരി എന്ന നിലയിൽ അവൾ മുലാങ്ങിനെ കുറ്റപ്പെടുത്തുന്നു. അവളുടെ മുന്നിൽ അങ്ങനെ ചെറുതാവുന്നത് ശരിയല്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ പോരായ്മ നികത്താനുള്ള ഏർപ്പാടുകൾ ചെയ്യണമെന്ന് അവൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അവിടെയുള്ളവരുടെയൊക്കെ കയ്യക്ഷരവും എഴുത്തും വെച്ച് നോക്കുമ്പോൾ മരുന്നുകുപ്പിയിൽ എഴുതിയ ആളുടെ വിദ്യാഭ്യാസം വളരെ കൂടുതലാണെന്ന് വേണം ചിന്തിക്കാൻ എന്നവൾ പറയുന്നുണ്ട്. അപ്പോഴേക്കും അവൾക്ക് വിശ്രമിക്കാനുള്ള സമയമായി എന്ന് ആൻറ്റി വന്നറിയിക്കുന്നു. അന്വേഷണത്തിൻ്റെ പേരിൽ കുറച്ച് സ്വാതന്ത്ര്യം കിട്ടുമെന്ന് അവൾ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ഇപ്പോൾ അന്വേഷണം വഴിമുട്ടിയ സ്ഥിതിക്ക് എത്തി. ഇനി മുലാങ്ങിനോട് തന്നെ അതിനെക്കുറിച്ച് അന്വേഷണം പറയാൻ അവൾ ലീയെ പറഞ്ഞേൽപ്പിക്കുന്നു. ജിങ് ഇപ്പോൾ നല്ല കുട്ടിയായി ഫുൾ ടൈം എൽഡർമാരുടെ മുന്നിൽ നിന്ന് സൂക്തങ്ങൾ പകർത്തി എഴുതുകയാണ്. അവൻ്റെ സ്വഭാവത്തിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട് എന്ന് അവർക്കിടയിൽ ഇപ്പോൾ അഭിപ്രായം വന്നിരിക്കുന്നു. ആ സമയത്താണ് മുലാങ് അവരെ കാണാനായി എത്തിയത്. ജിങ്ങിൻ്റെ സ്വഭാവത്തിലെ മാറ്റം അവർ പറഞ്ഞെങ്കിലും അവനതത്ര കാര്യമാക്കി എടുക്കുന്നില്ല. ജനറൽ പണിഷ്മെൻറ്റായി കിട്ടിയ മരങ്ങളൊക്കെ നട്ടു കഴിഞ്ഞിരിക്കുന്നു. ഇനി അവനെയും സംഘത്തെയും തിരിച്ച് നാട്ടിലേക്ക് അയക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കാനാണ് മുലാങ് വന്നത്. എൽഡർമാർക്ക് അക്കാര്യത്തിൽ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അവനും ലിജിനും കൂടിയാണ് തിരിച്ചു പോകാനുള്ള അനുവാദം കിട്ടിയ വിവരം ജനറലിനെ അറിയിച്ചത്. പക്ഷേ ജനറലിന് ഇപ്പോൾ ഉടനെ പോകാൻ ആഗ്രഹമില്ല. ചുനറുമായിട്ടുള്ള കാര്യങ്ങളൊന്നും സെറ്റായി തുടങ്ങിയതാണ്. അപ്പോഴാണ് തിരികെ പോകുന്നതിൻ്റെ കാര്യം പറഞ്ഞത്. എനിക്ക് ഉടനെ തിരിച്ചു പോകേണ്ട എന്നവൻ പറഞ്ഞപ്പോൾ ചിബയെയും കൊണ്ട് അവിടെ നിന്ന് പോകാനാണെങ്കിൽ അത് നടക്കില്ല എന്ന് മുലാങ് പറയുന്നു. ചിബയോട് തനിച്ച് സംസാരിക്കണമെന്ന് ജനറൽ ആവശ്യപ്പെട്ടപ്പോഴും അവൻ അതിന് അനുവാദം നൽകുന്നുണ്ട്. അവൻ ഇപ്പോൾ ലീയുടെ വേഷത്തിലാണല്ലോ. മുലാങ്ങിനോട് ചോദിക്കാൻ പോലും നിൽക്കാതെ അവൻ സ്വന്തമായിട്ട് ഇങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നതിന് ജനറൽ അവനെ വിമർശിക്കുന്നു. ലിജിന് ഇടപെട്ട അവസരത്തിനൊത്ത് എന്തൊക്കെയോ പറഞ്ഞ് സംശയം ഒഴിവാക്കുന്നുണ്ട്. ചിബ ആൻറ്റിയുടെ മസാജിങ് സഹിക്കാൻ വയ്യാതെ വൊമിറ്റ് ചെയ്യാനായിരിക്കുന്ന സമയത്താണ് ജനറൽ ഓടിപ്പിടിച്ച് അവിടെ എത്തിയത്. അവനോട് തനിച്ച് സംസാരിക്കാൻ വേണ്ടി അവൾ ആൻറ്റിയെ പുറത്തേക്ക് പറഞ്ഞയക്കുന്നു. അവർ പോയി കഴിഞ്ഞപ്പോഴേക്കും ജനറൽ നിലത്തിരുന്ന് ഉടനെ തിരിച്ചു പോകേണ്ട എന്ന് പറഞ്ഞ് നെഞ്ചു തിരിച്ച് കരയാൻ തുടങ്ങുന്നു. ചുനറുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയായി വരുന്നേ ഉള്ളൂ. അപ്പോഴേക്കും എന്നോട് തിരികെ പോകാൻ പറയുകയാണ്. കുറച്ച് ദിവസം കൂടി നിന്നിട്ട് പോയാൽ പോരെ എന്നൊക്കെ അവൻ ചോദിക്കുന്നു. അവൾ അവനോട് എഴുന്നേൽക്കാൻ പറഞ്ഞിട്ട് ചുനറോടുള്ള ഇഷ്ടത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞു എന്ന് ചോദിക്കുന്നു. ഇല്ലാന്നറിഞ്ഞപ്പോൾ ഇപ്പോൾ തന്നെ തുറന്നു പറയാൻ അവൾ നിർദ്ദേശിക്കുന്നു. പക്ഷേ റിജക്റ്റ് ചെയ്യപ്പെടുമോ എന്ന പേടി കാരണം അവൻ തയ്യാറാകുന്നില്ല. അവളുടെ മുന്നിൽ അവനെക്കുറിച്ച് ഒരു ഹീറോയ്ക്ക് ഇംപ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടി അവൾ ഒരു ഐഡിയ കണ്ടുപിടിക്കുന്നു. അവർ തിരിച്ചു പോകുന്നതിന് മുമ്പ് ഒരു ബീച്ച് ബോൾ മാച്ച് സംഘടിപ്പിക്കാൻ മുലാങ്ങിനോട് ആവശ്യപ്പെടാം. സ്പോർട്സിലും മറ്റും കഴിവ് തെളിയിക്കുന്ന ആണുങ്ങളെ പെൺപിള്ളേർക്ക് പൊതുവെ ഇഷ്ടപ്പെടുമല്ലോ. അതുകൊണ്ട് കളിയിൽ ജനറൽ നന്നായി പെർഫോം ചെയ്താൽ ചുനറുടെ മുന്നിൽ അവന് സ്റ്റാറാക്കാം. അവളുടെ ഹൃദയത്തിൽ സ്ഥാനം നേടിയെടുക്കുകയും ചെയ്യാം. ചിബയുടെ ഐഡിയ അവനും ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ചുനർ ഇഷ്ടമാണെന്ന് സംബന്ധിച്ചാലും കൂടെ ദാഷ്യയിലേക്ക് വരാൻ തയ്യാറാകുമെന്ന് തോന്നില്ല എന്ന് അവൻ പറയുന്നു. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആകും എന്ന് പറഞ്ഞ് ചിബ അവന് ധൈര്യം കൊടുക്കുന്നുണ്ട്. അവൾ കൂടെ ചെല്ലുന്നതെന്ന് അവൻ ചോദിച്ചപ്പോൾ 3 മാസം അവിടെ നിൽക്കാമെന്ന് മുലാങ്ങിന് വാക്ക് കൊടുത്തുള്ളതിനെക്കുറിച്ച് അവൾ പറയുന്നു. പ്രഗ്നൻസി ഫേക്കാണെന്നുള്ള കാര്യവും അവൾ തുറന്നു പറയുന്നില്ല. ഉറപ്പായും വീണ്ടും തമ്മിൽ കാണാൻ പറ്റും എന്ന് മാത്രം അവൾ പറയുന്നുണ്ട്. ഗെയിം സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് അന്ന് രാത്രി അവൾ മുലാങ്ങിനോട് സംസാരിക്കുന്നു. അതിനുവേണ്ട അറേഞ്ച്മെൻറ്റുകൾ ചെയ്യാമെന്ന് അവൻ സമ്മതിക്കുന്നുണ്ട്. അവൾക്ക് ലിയോയോടുള്ള ദേഷ്യം കുറയ്ക്കാൻ വേണ്ടി അവൻ മനഃപൂർവ്വമല്ല ഒന്നും മറച്ചു വെച്ചത്, ഞാൻ നിർബന്ധിച്ചത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് മുലാങ് അവനെക്കുറിച്ച് നല്ല വാക്ക് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ചിബ അത് കേൾക്കാൻ പോലും താല്പര്യമില്ലാത്തതുപോലെ അപ്പോൾ തന്നെ എഴുന്നേറ്റ് പോകുന്നു. ബീച്ച് ബാൾ ഗെയിം നടത്താനുള്ള അറേഞ്ച്മെൻറ്റുകൾ ചെയ്യാൻ മുലാങ് അപ്പോൾ തന്നെ ലിജുനെ ഏൽപ്പിക്കുന്നു. അടുത്ത ദിവസം തന്നെ ചിബ പറഞ്ഞതനുസരിച്ചുള്ള അറേഞ്ച്മെൻറ്റൊക്കെ ഗെയിമിന് വേണ്ടി റെഡിയാക്കുന്നു. മത്സരം കാണാൻ മുലാങ് എത്തിയിട്ടുണ്ട്. അവൻ്റെ അടുത്ത് ലീയും നിൽപ്പുണ്ട്. മുലാങ്ങിൻ്റെ വേഷം ധരിച്ച് അവിടെ ഇരിക്കുന്നത് ലിജുനാണ്. തലേന്ന് രാത്രി തന്നെ മുലാങ് അതും അവനെ പറഞ്ഞേൽപ്പിച്ചിരുന്നു. എൽഡർ ലീക്കൊപ്പം ജിങ്ങും മത്സരം കാണാൻ എത്തുന്നുണ്ട്. അവിടെ വെച്ച് തമ്മിൽ കണ്ടപ്പോൾ എൽഡറുടെ സപ്പോർട്ടുള്ളത് കൊണ്ട് ഇത്ര വലിയ തെറ്റ് ചെയ്തിട്ടും ഉടനെ തന്നെ അവനെ കളി കാണാൻ വരാൻ കഴിഞ്ഞതിൻ്റെ പേര് പറഞ്ഞ് ചിബ അവനെ കളിയാക്കുന്നു. അവളോട് കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ അവൻ സീറ്റിൽ പോയിരിക്കുന്നു. മത്സരത്തിൻ്റെ നിയമങ്ങളൊക്കെ ചിബ നേരത്തെ തന്നെ പറഞ്ഞു കൊടുത്തിരുന്നു. ഇങ്ങനൊരു ഗെയിം അവിടെ ആദ്യമായിട്ടാണ്. അതുകൊണ്ട് എല്ലാവരും വളരെ ആവശ്യത്തോടെയാണ് കാണാൻ വന്നിരിക്കുന്നത്. ചിബ ചുനറിനെ തൻ്റെ അടുത്ത് വിളിച്ചിരുത്തി കളിയുടെ നിയമങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ജനറലിനെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട്. റഫറിയായി നിൽക്കുന്നത് ഹോങ്ഷു ആണ്. 2 ടീമായിട്ടാണ് മത്സരം. ഓരോ ടീമിലും 3 പേർ വീതമാണ് കളിക്കാനുള്ളത്. ഒരു സൈഡിൽ ജനറലും അവരുടെ 2 സൈനികരും കൂടിയാണ് നിൽക്കുന്നത്. മറുവശത്ത് ബായിയും ഹുദിയും ഹനാനുമാണ് ഉള്ളത്. അവർക്ക് 3 പേർക്കും മത്സരത്തെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. എന്നാലും പറ്റാവുന്ന പോലൊക്കെ പിടിച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ കളി തുടങ്ങിയപ്പോൾ മുതൽ സ്കോർ ചെയ്ത് നിൽക്കുന്നത് ജനറലിനും സംഘവുമാണ്. രണ്ടാമത്തെ റൗണ്ടായപ്പോൾ തന്നെ ഹനാൻ്റെ തലയ്ക്ക് ബോളടിച്ച് അവളുടെ ബോധം പോകുന്നുണ്ട്. 2 പേർ സ്ട്രക്ചറുമായി വന്ന് അവളെ എവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നു. അവൾക്ക് പകരം അടുത്ത ആളോട് കയറാൻ പറഞ്ഞെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ടിനിരുന്നവർ ആരും കയറാൻ തയ്യാറാകുന്നില്ല. സൈനികരുടെ ഇടയിൽ ആരെങ്കിലും തയ്യാറാണെന്ന് ചോദിച്ചപ്പോൾ അവരുടെ തലവനൊഴികെ പുറകിൽ നിന്നവരെല്ലാം പുറകോട്ട് നീങ്ങുന്നുണ്ട്. മുന്നിൽ നിന്ന് അയാൾ അതറിയുന്നില്ല. അയാൾ കളിക്കാൻ തയ്യാറായി നിൽക്കുകയാണെന്ന് കരുതി അയാളെ പിടിച്ച് പകരത്തിന് കയറ്റുന്നു. എന്താണെങ്കിലും ഫീൽഡിൽ നിന്ന ബാക്കി 2 പേരെക്കാളും ആവേശത്തോടെയാണ് അയാൾ കളിച്ചത്. അങ്ങനെ ആവേശത്തോടെ കളി മുന്നോട്ട് പോകുന്നതിനിടയിൽ ജനറൽ പറന്നടിച്ച ഒരു ബോൾ തിരിച്ചടിക്കാനായി ഹുദി ബായിയുടെ മുകളിലേക്ക് ചാടിക്കയറുന്നുണ്ട്. പക്ഷേ ആ നിർണായക നിമിഷത്തിൽ ടെൻഷൻ കാരണം അവൾ അറിയാതെ വെടിപൊട്ടുന്നു. നാറ്റം സഹിക്ക് വയ്യാതെ താഴെയിരുന്ന ബായി അവൾ മുകളിൽ നിൽക്കുകയാണെന്ന് പോലും നോക്കാതെ മുഖം പൊത്തിക്കൊണ്ട് എഴുന്നേറ്റ് ഓടുന്നു. ഹുദി മറിഞ്ഞടിച്ച് താഴേക്ക് വീഴുന്നുണ്ട്. ആ പരിസരത്തുണ്ടായിരുന്നവരെല്ലാം കുറേ സമയത്തേക്ക് മൂക്കും പൊത്തിയാണ് ഇരുന്നത്. അങ്ങനെ അത്തവണയും ജനറലും ടീമുമാണ് ഗോൾ അടിച്ചത്. വീണ്ടും കളി തുടങ്ങിയപ്പോൾ ഫൗളടിച്ച് ബായി ഔട്ടാകുന്നു. കളിക്കാൻ ആളില്ലാത്തതോടെ മുലാങ് തന്നെ കളിക്കാൻ ഇറങ്ങുന്നു. അവൻ വളരെ നന്നായി കളിക്കുന്നുണ്ടെങ്കിലും ഹുദി അബദ്ധത്തിൽ ഫീൽഡിന് വെളിയിലേക്കായി ആ തവണയും ജനറലിൻ്റെ ടീമിന് തന്നെ ഗോൾ കിട്ടുന്നു. ഹുദി ഔട്ടാവുകയും ചെയ്യുന്നുണ്ട്. 2 പേരെ വെച്ച് കളി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, പിന്മാറുന്നതാണ് നല്ലത് എന്ന് ജനറൽ പറഞ്ഞെങ്കിലും 2 പേരായിട്ട് കളി തുടരാൻ തയ്യാറാണെന്ന് പറഞ്ഞ് മുലാങ് കളി തുടരുന്നു. പക്ഷേ അടുത്ത റൗണ്ടിൽ മറ്റേ കളിക്കാരന് പരിക്കേൽക്കുന്നു. അതോടെ അവരുടെ ടീമിൽ അവൻ മാത്രമാകുന്നു. ഇനി കളി അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്ന് ജനറൽ പറഞ്ഞപ്പോഴാണ്
ഞാൻ കളിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ജിങ് എഴുന്നേറ്റ് വന്നത്. അവൻ അങ്ങനെ മുന്നോട്ട് വന്നത് മുലാങ്ങിനെ സന്തോഷിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി കളി തുടരുന്നു. അതോടെ കളിയുടെ മൊത്തത്തിലുള്ള ഫ്ലോ ഒന്ന് മാറുന്നുണ്ട്. അതുവരെ ഒരു പോയിന്റ് പോലും അടിക്കാതിരുന്ന അവരുടെ ടീം തുടരെ ഗോൾ അടിക്കാൻ തുടങ്ങുന്നു. കാണികളും ആവേശത്തിലാകുന്നുണ്ട്. മുലാങ്ങും ജിങ്ങും തകർത്ത് കളിക്കുകയാണ്. കളി ആവേശത്തോടെ മുന്നോട്ട് പോയതാണെങ്കിലും അപ്പോഴേക്കും സമയം അവസാനിക്കുന്നില്ല. അതുവരെ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച ജനറലിൻ്റെ ടീം തന്നെ വിജയിക്കുന്നു. കളിക്കിടയിൽ ഒരു തവണ മുലാങ് ബോൾ പാസ് ചെയ്യാൻ പറഞ്ഞ രീതി കുട്ടിക്കാലത്ത് ചേട്ടനൊപ്പം കളിച്ചിരുന്നപ്പോൾ അവനുപയോഗിച്ച അതേ രീതി തന്നെയാണല്ലോ എന്ന് ജിങ് ഇടയ്ക്ക് ഓർക്കുന്നു. അത് ലീക്ക് എങ്ങനെ അറിയാം? മുലാങ് ആയിരിക്കുമോ അത് എന്നവൻ സംശയിക്കുന്നു. പക്ഷേ മുലാങ്ങായി ലിജുൻ അവിടെ ഇരിപ്പുണ്ടല്ലോ, അതുകൊണ്ട് സംശയം ഉറപ്പിക്കാൻ സാധിക്കില്ല. കളി കഴിഞ്ഞ് തിരികെ മുറിയിലെത്തിയിട്ടും അവൻ്റെ സംശയം മാറുന്നില്ല. മാത്രമല്ല മുലാങ്ങിൻ്റെ രൂപം മുമ്പ് ഒരു തവണ കണ്ടതുകൊണ്ട് രണ്ടും ഒരാളാകാൻ ഒരു സാധ്യതയുമില്ല. തൻ്റെ വെറും തോന്നലായിരിക്കുമെന്ന് കരുതി തൽക്കാലം അവനത് വിട്ടുകളയുന്നു. കളിയൊക്കെ കഴിഞ്ഞ് ജനറൽ സംഘം തിരിച്ചു പോവുകയാണ്. അവരെ യാത്രയാക്കാൻ ശിവ കൊട്ടാരം വിട്ട് പുറത്തേക്ക് പോകാൻ മുലാങ് സമ്മതിക്കുന്നില്ല. കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ അവളെയും കുഞ്ഞിനെയും കൂട്ടി തങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരാം എന്ന് മുലാങ് വാക്ക് തന്നിട്ടുണ്ട് എന്ന് പോകുന്നതിന് മുമ്പ് ജനറൽ അവളോട് പറയുന്നു. 3 മാസം കഴിയുമ്പോൾ ഞാൻ ഉറപ്പായും അവിടെ എത്തും എന്ന് അവൾ അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അവളോട് യാത്ര പറഞ്ഞ് മുന്നോട്ട് പോയപ്പോഴും ജനറൽ നല്ല വിഷമത്തിലായിരുന്നു. ഇടയ്ക്കിടെ തിരിഞ്ഞ് നോക്കുന്നുമുണ്ട്. അവർ കാട്ടിനുള്ളിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ചുനർ അവർക്ക് പുറകെ ഓടിയെത്തിയത്. അവളെ കണ്ടപ്പോഴാണ് ജനറലിന് സമാധാനമായത്. ഇത്രയും നേരം അവൻ തിരിഞ്ഞു നോക്കിയത് മുഴുവൻ അവളെ ആയിരുന്നു. യാത്രയിൽ അവൻ കഴിക്കാൻ വേണ്ടി അവൾ വലിയൊരു ബണ്ണുണ്ടാക്കിക്കൊണ്ട് വന്നിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ലേറ്റായത്. അത് പക്ഷേ കഴിക്കില്ല, അവളുടെ ഓർമ്മയ്ക്ക് ഉണക്കി സൂക്ഷിക്കും. അവളെ മിസ് ചെയ്യുമ്പോഴൊക്കെ അതിന് നോക്കുമെന്നൊക്കെ അവൻ പറയുന്നു. അവളെ ഇഷ്ടമാണെന്ന് തുറന്നു പറയുന്നുമുണ്ട്. അത് സംബന്ധിച്ചുകൊണ്ട് അവൾ അവനെ കെട്ടിപ്പിടിക്കുന്നു. പോകാൻ സമയമായി എന്ന് ലിജുൻ ഓർമ്മിപ്പിച്ചപ്പോഴാണ് രണ്ടുപേരും പിടിവിട്ട് മാറിയത്. ജനറൽ കുറച്ച് മുന്നോട്ട് നടന്ന് തിരിഞ്ഞു നിന്ന് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് നിലനിർത്താൻ പറ്റും എന്നാണ് കുമാരി പറഞ്ഞത്. നമുക്ക് വീണ്ടും തമ്മിൽ കാണാമെന്ന് പറഞ്ഞിട്ട് അവൻ വിഷമത്തോടെ മുന്നോട്ട് പോകുന്നു. ജനറൽ സംഘം സുരക്ഷിതരായി തിരിച്ചു പോയതോടെ ഇനിയിപ്പോൾ ഒരു അബോർഷനുള്ള സമയമായി എന്ന് ശിവ കണക്കൂട്ടുന്നു. അതിനുള്ള വഴികളെ പറ്റി അവൾ ആലോചിക്കുന്നു. രഹസ്യവാദത്തിനടുത്തെത്തിയപ്പോൾ ലിജുൻ ജനറലിനെയും സംഘത്തെയും ബോധം കെടുത്തുന്നു. നാച്ചുറലായി അബോർഷൻ സംഭവിക്കുന്ന പോലെയുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി ശിവ ഈ സമയം മുറിക്ക് പുറത്തിറങ്ങിയിരിക്കുന്നു. എൽഡർമാർ നിർദ്ദേശിച്ചനുസരിച്ച് അവളുടെ സുരക്ഷയെ കരുതി കൂടുതൽ കാവൽക്കാരെ ഏർപ്പെടുത്തിയിരിക്കുന്നത് അവൾ കാണുന്നു. ഹനാന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ മുന്നിൽ ചെന്ന് കാവൽ ശക്തിപ്പെടുത്താനുള്ള കാരണം എന്താണെന്ന് അവരോട് ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് താഴെ ഒരു പഴത്തൊലി കിടക്കുന്ന അവൾ കണ്ടത്. അതിൽ ചവിട്ടി തെന്നി വീണിട്ട് കുഞ്ഞിനെ നഷ്ടപ്പെട്ടു എന്ന് പറയാമെന്ന് കരുതി അവൾ കാൽ ഉയർത്തിയതാണ്. പക്ഷെ അവളുടെ നീക്കം മനസ്സിലാക്കിയതുപോലെ അവൾ കാൽ താഴെ വെക്കുന്നതിന് മുമ്പ് തന്നെ ഹനാൻ തൻ്റെ വാളുകൊണ്ട് അതവിടെ നിന്ന് നീക്കുന്നു. അവൾ വീണ് പോകാതിരിക്കാനായി ബാക്കിയുള്ളവരോട് അവളെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കാനും ഹനാൻ അവിടെ നിൽക്കുന്നു. അപ്പോഴാണ് മുലാങ്ങും ലിജുനും തിരിച്ചെത്തിയത്. ഹനാനോടും സംഘത്തോടും അവിടെ നിന്ന് പൊയ്ക്കോളാൻ അവൾ പറയുന്നു. ജനറൽ സംഘവും സുരക്ഷിതരെ തിരിച്ചുപോയി എന്നറിഞ്ഞപ്പോൾ ശിവ തിരിച്ചകത്തേക്ക് പോകാൻ തുടങ്ങുന്നു. ലീ അടുത്തുള്ളതായി പോലും അവൾ മൈൻഡ് ചെയ്യുന്നില്ല. അവൻ അവളോട് എന്തോ പറയാനായി വിളിച്ചെങ്കിലും ജോലിയെക്കുറിച്ചല്ലാതെ എന്നോട് സംസാരിക്കേണ്ടെന്ന് പറഞ്ഞ് അവൾ ദേഷ്യപ്പെട്ട് തിരികെ പോകുന്നു. അവളുടെ ദേഷ്യം ഇതുവരെ മാറിയിട്ടില്ല എന്നറിഞ്ഞപ്പോൾ അവൻ ആകെ വിഷമിക്കുന്നുണ്ട്. ശിവയ്ക്ക് ആൻറ്റിയെ കൊണ്ടുള്ള ശല്യം സഹിக்க വയ്യാതെയായിരിക്കുന്നു. ആ ഒരു കാരണം കൊണ്ടുകൂടി അവൾ തന്നെ കൂടുതൽ വെറുക്കുമെന്ന് പഠിച്ച് തൽക്കാലം ആൻറ്റി അവളുടെ അടുത്ത് നിന്ന് മാറ്റാൻ എൽഡർമാരോട് പറയാൻ മുലാങ് ലിജുനെ പറഞ്ഞയക്കുന്നു. അടുത്ത കിരീടാവാസിയാക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി സ്പെഷ്യൽ പരിചരണങ്ങളും മറ്റും നൽകുന്നതും കൊട്ടാരത്തിൻ്റെ കാവൽ കൂടുതൽ ശക്തിപ്പെടുത്തും ഒക്കെ ജിങ്ങും അറിയുന്നു. തൻ്റെ ഭാഗത്ത് നിൽക്കാൻ പറ്റിയ ശക്തരായ ആരെങ്കിലും കണ്ടെത്തണമെന്ന് ചിന്തിച്ച് ജിങ് ഹൈത്താങ്ങിനെ തൻ്റെ കൂടെ നിർത്തുന്നതിനെ പറ്റി ആലോചിക്കുന്നു. തുടർച്ചയായി അവളുടെ കുറേ ശ്രമങ്ങൾ പരാജയപ്പെട്ടത് കാരണം ദൈഷാങ്ങിനെ അവളോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിയാണ് ശ്രദ്ധ എന്നവൻ ഊഹിക്കുന്നു. ഈ അവസരം മുതലെടുത്ത് അവളെ തൻ്റെ കൂടെ നിർത്താൻ സാധിച്ചാൽ അത് തനിക്ക് വലിയൊരു നേട്ടമായിരിക്കുമെന്ന് ചിന്തിച്ച അവൻ അതിനുള്ള വഴിയൊരുക്കാനായി ഒരു ഫേക്ക് മെസ്സേജ് നൽകി റുവയെ പറഞ്ഞയക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.